ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം വെറുമൊരു നയതന്ത്ര സൗഹൃദത്തിനപ്പുറം ആഗോള രാഷ്ട്രീയത്തിലെയും കായിക സാമ്പത്തിക രംഗങ്ങളിലെയും ഏറ്റവും നിർണായകമായ ഒരു തന്ത്രപ്രധാന സഖ്യമായി മാറിയിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനം ഇതിനടിവരയിടുന്നതായിരുന്നു. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ സന്ദർശനത്തിന് നൽകിയ അസാധാരണമായ പ്രാധാന്യവും ഒരു പ്രമുഖ കോളമിസ്റ്റ് മോദിയെ മിസ്റ്റർ ഇന്ത്യ എന്ന് വിശേഷിപ്പിച്ചതും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു. വെറുമൊരു ഔദ്യോഗിക കൂടിക്കാഴ്ച എന്നതിനപ്പുറം പ്രതിരോധം, കായിക നയതന്ത്രം, ആണവ സഹകരണം, വൻകിട നിക്ഷേപങ്ങൾ എന്നിവ സമന്വയിപ്പിച്ച ഒരു ബഹുമുഖ നീക്കത്തിനാണ് മെൽബണും ഡിസ്നിയും സാക്ഷ്യം വഹിച്ചത്. ഇൻഡോ പസഫിക് മേഖലയിലെ സുരക്ഷാ സമവാക്യങ്ങൾ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ സന്ദർശനത്തിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. പ്രധാനമന്ത്രി മോദിയുടെ സന്ദർശന വാർത്തകൾക്ക് ഓസ്ട്രേലിയയിലെ മുൻനിര പത്രങ്ങൾ വലിയ പ്രാധാന്യമാണ് നൽകിയിരിക്കുന്നത്. പ്രമുഖ പത്രമായ ദി ഓസ്ട്രേലിയൻ തങ്ങളുടെ ഒന്നാം പേജിൽ വ്യാപാരത്തിലും പ്രതിരോധത്തിലും സമ്മാനങ്ങളുമായി മോദി എത്തി എന്ന വലിയ തലക്കെട്ടോടെയാണ് ഈ ചരിത്രപരമായ സന്ദർശനത്തെ വരവേറ്റത്. ഇതേ പത്രത്തിലെ രാഷ്ട്രീയ നിരീക്ഷകർ ഇന്ത്യയുടെ വളരുന്ന സ്വാധീനത്തെയും ആഗോളതലത്തിലെ മോദിക്കുള്ള സ്വീകാര്യതയും മുൻനിർത്തിയാണ് അദ്ദേഹത്തെ മിസ്റ്റർ ഇന്ത്യ എന്ന് വിശേഷിപ്പിച്ചത്. മറ്റൊരു പ്രമുഖ പത്രമായ ദി ഏജ് അതിന്റെ മുഖ്യ തലക്കെട്ടായി നൽകിയത് അൽബനീസിന്റെ മോദി ഓപ്പറാൻഡി എന്നായിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ എത്രത്തോളം സജീവവും ഫലപ്രദവുമായിരുന്നു എന്ന് ഈ മാധ്യമ വിലയിരുത്തലുകൾ വ്യക്തമാക്കുന്നുണ്ട്. കേവലം പ്രോട്ടോകോൾ പാലിച്ചുള്ള ചടങ്ങുകൾക്കപ്പുറം ഇരു രാജ്യങ്ങളിലെയും ഭരണാധികാരികൾ തമ്മിലുള്ള വ്യക്തിപരമായ കെട്ടുറപ്പും ആത്മബന്ധവും ഇതിലൂടെ പ്രകടമായിട്ടുണ്ട്. ലോകവേദിയിൽ ഇന്ത്യയുടെ സാമ്പത്തിക പ്രസക്തിയെയും നയതന്ത്ര ശക്തിയെയും ഓസ്ട്രേലിയൻ മാധ്യമങ്ങൾ എത്രത്തോളം ഗൗരവത്തോടെയാണ് കാണുന്നത് എന്നതിന്റെ തെളിവ് കൂടിയാണ് ഈ റിപ്പോർട്ടുകൾ. ഈ സന്ദർശനത്തിന്റെ ഏറ്റവും വലിയ പ്രായോഗിക നേട്ടം ദീർഘകാലമായി ചർച്ചകളിൽ മാത്രം ഒതുങ്ങിയിരുന്ന സിവിൽ ആണവ കരാറിന്റെ പൂർണ്ണമായ പ്രവർത്തനക്ഷമതയാണ്. സമാധാനപരമായ ആവശ്യങ്ങൾക്കായി ഓസ്ട്രേലിയയിൽ നിന്ന് ഇന്ത്യയിലേക്ക് യുറേനിയം കയറ്റുമതി ചെയ്യുന്നതിനുള്ള സുപ്രധാന ഉടമ്പടിയിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. ഇത് ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ഊർജ്ജ ആവശ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് ശുദ്ധമായ ആണവോർജ്ജ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾക്ക് വലിയൊരു ഊർജ്ജമാകും. അതോടൊപ്പം ഓസ്ട്രേലിയയുടെ വിഭവ മേഖലയ്ക്ക് ലോകത്തിലെ ഏറ്റവും വലിയ വിപണികളിലൊന്ന് കൂടുതൽ സുരക്ഷിതമായി തുറന്നു കിട്ടുകയും ചെയ്യുന്നുണ്ട്. ഗ്രീൻ ഹൈഡ്രജൻ, പുനരുപയോഗ ഊർജ്ജം, നിർണായക ധാതുക്കൾ എന്നിവയുടെ വിതരണ ശൃംഖല ശക്തമാക്കാനും ചർച്ചകളിൽ തീരുമാനമായി. സാമ്പത്തിക രംഗത്തും ഈ സന്ദർശനം വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ പെൻഷൻ ഫണ്ടായ ഓസ്ട്രേലിയൻ സൂപ്പർ ഇന്ത്യയുടെ നാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിൽ $500 മില്യൺ ഓസ്ട്രേലിയൻ ഡോളർ അധികമായി നിക്ഷേപിക്കുമെന്ന് പ്രഖ്യാപിച്ചു. ഇന്ത്യയിലെ റോഡുകൾ, തുറമുഖങ്ങൾ, റെയിൽവേ തുടങ്ങിയ അടിസ്ഥാന സൗകര്യ വികസന മേഖലകളിലേക്ക് ഓസ്ട്രേലിയൻ ബിസിനസ് സമൂഹത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. ഈ സാമ്പത്തിക പങ്കാളിത്തം ഇരു രാജ്യങ്ങളുടെയും വിപണികളെ പരസ്പരം കൂടുതൽ അടുപ്പിക്കുകയും ഉഭയകക്ഷി വ്യാപാരം പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യും. ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരെ ആവേശഭരിതരാക്കുന്ന ഒരു വൻ പ്രഖ്യാപനമാണ് ഈ സന്ദർശനത്തിനിടെ മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ വെച്ച് ഉണ്ടായത്. ഓസ്ട്രേലിയയുടെ ആഭ്യന്തര 2020 ക്രിക്കറ്റ് ടൂർണമെന്റായ ബിഗ് ബാഷ് ലീഗിന്റെ ചരിത്രത്തിലാദ്യമായി ഒരു ഔദ്യോഗിക മത്സരം ഇന്ത്യയിൽ നടക്കാൻ പോകുന്നു. ഡിസംബർ 12-ന് ചെന്നൈയിലെ വിഖ്യാതമായ MA ചിദംബരം സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ മെൽബൺ റെനഗേഡ്സ് നിലവിലെ ചാമ്പ്യന്മാരായ പെർത്ത് സ്കോർച്ചേഴ്സിനെ നേരിടും. ഒരു വിദേശ ഫ്രാഞ്ചൈസി ക്രിക്കറ്റ് ലീഗ് ഇന്ത്യയിൽ ഔദ്യോഗിക മത്സരം കളിക്കുന്നത് കായിക ചരിത്രത്തിൽ തന്നെ ഇതാദ്യമായാണ്. കായിക രംഗത്തെ ഈ സഹകരണം വെറുമൊരു മത്സരത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഇതിനോടനുബന്ധിച്ച് ജി-ഡേ നമസ്തേ എന്ന പേരിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വിപുലമായ സാംസ്കാരിക ബിസിനസ് കായിക ഉത്സവം ഇന്ത്യയിലുടനീളം സംഘടിപ്പിക്കും. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ടൂറിസം, വ്യാപാരം, നിക്ഷേപം എന്നിവയ്ക്ക് പുതിയൊരു ദിശാബോധം നൽകുകയും ചെയ്യും. കായിക രംഗത്തോടുള്ള സ്നേഹവും ആവേശവുമാണ് ഓസ്ട്രേലിയയും ഇന്ത്യയും പരസ്പരം ബന്ധിപ്പിക്കുന്നത് എന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് വ്യക്തമാക്കുകയുണ്ടായി. ചെന്നൈയിലെ സമ്പന്നമായ ക്രിക്കറ്റ് സംസ്കാരവും ആരാധകരുടെ ആവേശവും കണക്കിലെടുക്കുമ്പോൾ ഈ മത്സരം വൻ വിജയമായിരിക്കുമെന്നാണ് BBL ചീഫ് അലിസ്റ്റർ ഡോബ്സണും വെസ്റ്റേൺ ഓസ്ട്രേലിയ ക്രിക്കറ്റ് ചീഫ് ജോൺ സ്റ്റീഫൻസണും ശുഭപ്രതീക്ഷ പ്രകടിപ്പിച്ചത്. കായിക രംഗത്തെ ഈ കൂട്ടായ്മ BBLന്റെ ആഗോള വളർച്ചയ്ക്ക് ഒരു വലിയ പരീക്ഷണശാലയായി മാറും. മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള ഭൗമ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഇൻഡോ പസഫിക് മേഖലയിലെ രണ്ട് സുപ്രധാന സമുദ്ര ശക്തികളെന്ന നിലയിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള പ്രതിരോധ സഹകരണം പുതിയ ഉയരങ്ങളിലാണ്. അത്യാധുനിക സൈനിക ഉൽപാദനം, സുരക്ഷിതമായ വിതരണ ശൃംഖലകൾ, സമുദ്ര സുരക്ഷ എന്നിവയിൽ ഇരു രാജ്യങ്ങളും തന്ത്രപ്രധാന ധാരണയിലെത്തി. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഇരു രാജ്യങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു ജീവനുള്ള പാലമെന്നാണ് വിശേഷിപ്പിച്ചത്. മോദിയുടെ നേതൃത്വം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധങ്ങളെ പുനർനിർമ്മിക്കാൻ സഹായിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മെൽബണിൽ തടിച്ചുകൂടിയ 10,000-കണക്കിന് ഇന്ത്യൻ പ്രവാസികൾ നൽകിയ ആവേശോജ്വലമായ സ്വീകരണവും ഈ ബന്ധത്തിന്റെ ജനകീയ അടിത്തറ വ്യക്തമാക്കുന്നു. പ്രധാനമന്ത്രി എന്ന നിലയിലുള്ള തന്റെ മൂന്നാമത്തെ ഓസ്ട്രേലിയൻ സന്ദർശനം ഈ സഖ്യത്തിന്റെ വളരുന്ന കരുത്തിന്റെ പ്രതീകമാണെന്ന് മോദി ഓർമ്മിപ്പിച്ചു. ഓസ്ട്രേലിയൻ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി ന്യൂസിലാൻഡിലേക്ക് തിരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ യാത്ര പസഫിക് മേഖലയിൽ ഇന്ത്യയുടെ സ്വാധീനം ഉറപ്പിക്കുന്നതിൽ നിർണായകമാണ്.
ക്രിക്കറ്റ് പിച്ചിലെ സൗഹൃദം മുതൽ അത്യന്തം ഗൗരവമേറിയ ആണവ പ്രതിരോധ കരാറുകൾ വരെ നീളുന്ന ഈ പുതിയ പങ്കാളിത്തം വരും ദശകങ്ങളിൽ ആഗോള രാഷ്ട്രീയത്തിലെ തന്നെ ഏറ്റവും ശക്തമായ അച്ചുതണ്ടുകളിൽ ഒന്നായി മാറുമെന്നതിൽ സംശയമില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.